ഇത് പാറമുകൾ ശ്രീ ആയിരവല്ലി ക്ഷേത്രം. ഇന്നലത്തെ നൈറ്റ് റൈഡ് ഇങ്ങോട്ടായിരുന്നു. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നഗരത്തിൻ്റെ നല്ലൊരു വ്യൂ കിട്ടും. അതായത് ആ ഒരു കടലോര പ്രദേശം, കടൽ കാണാൻ പറ്റും പകലാണെന്ന വരിയിൽ വളരെ വലിയൊരു വൈഡായിട്ടുള്ളൊരു വ്യൂ ഇവിടെ നിന്ന് ലഭ്യമാണ്. രാത്രി ആയതുകൊണ്ട് വേണ്ടത്ര പ്രകാശമില്ല. നൈറ്റ് മോഡിലിട്ട് 1-2 ചിത്രങ്ങളൊക്കെ അത് എടുത്തിട്ടുണ്ട്. ഇത് അടിപൊളിയൊരു സ്ഥലമാണ്. ഇവിടെ വരാനായിട്ട് ഇന്നലെ ഞാൻ രാത്രി ഒരു 8-9 മണിയാവും. അപ്പോൾ പ്ലാൻ ചെയ്തു ഇവിടെ നിന്ന് വന്നാലോ. കൊറോണയ്ക്ക് ശേഷം ഇങ്ങോട്ട് വന്നിട്ടില്ല, കുറേ വർഷങ്ങളായി. റോഡൊക്കെ അല്പം പൊളിഞ്ഞിരിക്കുകയാണെന്ന് അറിയാം. എന്തായാലും രണ്ടും കൽപ്പിച്ച് നേരെ ഇങ്ങോട്ട് പോകുന്നു. നൈറ്റ് റൈഡ് ആയിക്കോട്ടെ എന്ന് കരുതി. ഇത് എനിക്ക് വരാൻ എളുപ്പം ഈ പോത്തങ്കോട് വഴി, പോത്തങ്കോട് വെഞ്ഞാറമൂട് റോഡിൽ കോലിയക്കോട് നിന്ന് ഇടത്തോട്ടുണ്ട്, സാരഥി ജംഗ്ഷനിൽ നിന്ന്. അതുവഴി ഒരു 3.5 കിലോമീറ്റർ കൊണ്ട് എനിക്ക് ഇവിടെ എത്താൻ പറ്റും. തിരിച്ച് വെഞ്ഞാറമൂട് ഭാഗത്ത് ഇറങ്ങാനും പറ്റും. ആ റോഡ് എന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റി പറയാതിരിക്കുകയാണ് ഭേദം. എന്തായാലും ടൂറിസം വകുപ്പിനും പൊതുമരാമത്ത് വകുപ്പിനും പഞ്ചായത്തിനും ബ്ലോക്കിനും എൻ്റെ നമസ്കാരം. എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, എത്രയോ ഇലക്ഷൻ വന്നു പോയി. നിങ്ങളുടെ ആ ഒരു പൊന്നും വിലയുള്ള നാട് ഇങ്ങനെ ഇട്ട് കളയല്ലേ, കാണുമ്പോൾ സങ്കടമുണ്ട്. വളരെ മനോഹരമായൊരു വ്യൂ ആണ്. വൈകുന്നേരങ്ങളിൽ ധാരാളം സഞ്ചാരികൾ കുടുംബവുമായി വന്നിരിക്കുന്നവരുണ്ട്, കൂട്ടുകാരുമായി വന്നിരിക്കുന്നവരുണ്ട്. നമുക്കൊരു ടെൻഷൻ വരുമ്പോൾ അവിടെ പോയി ഇരുന്ന് ഇങ്ങനെ ആ കടലിൻ്റെ വ്യൂവും ഈ ഒരു സ്ഥലം മുഴുവൻ കാണാൻ നല്ല രസമാണ്. ദയവ് ചെയ്ത് നിങ്ങൾ ആ വഴി നന്നാക്കിയാൽ വളരെ വളരെ സന്തോഷം. ടൂറിസം വകുപ്പിനോടും പൊതുമരാമത്ത് വകുപ്പിനോടും ഒരു വലിയ അഭ്യർത്ഥനയാണ്. ഒരു 3.5 കിലോമീറ്റർ ദൂരം ഒരു എന്താ പറയുക, ഒരു അഡ്വഞ്ചർ ടൂറിസത്തിന് പറ്റിയ ഏരിയയാണ്. സംശയമുള്ളവർ ഒന്നും ചെയ്യേണ്ട, നേരെ പോത്തങ്കോട് പോവുക, അവിടെ നിന്ന് വെഞ്ഞാറമൂട് റോഡ് എത്തുക, ഇടത്തോട്ട് സാരഥി ജംഗ്ഷൻ വഴി ആ 3.5 കിലോമീറ്റർ ഒന്ന് ഓടിച്ച് നോക്കിയാൽ മതി. അത്യാവശ്യം കാറായാലും ബൈക്കായാലും നിങ്ങൾക്കൊരു ഗംഭീര എക്സ്പീരിയൻസ് ഉറപ്പായിട്ട് ലഭിക്കും. അത് ഞാൻ ഗ്യാരണ്ടി. ഞാൻ ഒരിക്കൽ കൂടെ പകൽ പോയി ആ റൂട്ടൊന്നും എടുത്തിട്ട് തരാം. അപ്പം നിങ്ങൾ ഞെട്ടും, കുട്ടി മാമ ഞാൻ ഞെട്ടി മാമ.